നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. നല്ല കുഴമ്പ് രൂപത്തിൽ വേണം എടുക്കാൻ കേട്ടോ. എന്നാലും നമ്മൾ തേക്കുമ്പോൾ കറക്റ്റായിട്ട് ടൈലിൽ സ്പ്രെഡായിട്ട് നിൽക്കുകയുള്ളൂ. ഒരുപാട് വെള്ളം പോലെ ഒലിച്ച് താഴത്ത് കറങ്ങും, പിന്നെ അത് നിൽക്കില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി വന്നിട്ട് അടിപൊളി ഒരു ബാത്റൂമിൻ്റെ ക്ലീനിങ്ങിൻ്റെ ടിപ്സ് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പം നിൽക്കുന്ന സ്ഥലം വന്നിട്ട് പാലക്കാടിൽ ചിത്രപുരി പറയുന്ന ഒരു 3 സ്റ്റാർ ബാറാണ്, റെസ്റ്റോറൻ്റാണ്. അപ്പോൾ അതിൽ നേരത്തെ ചെയ്ത ബാത്റൂമുകളാണ്. അപ്പോൾ അതിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. ഒരു 20-22 ബാത്റൂം ഉണ്ട് കേട്ടോ. അതേപോലെ 22 റൂമുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ നമ്മൾ കൊണ്ടുവന്ന മെറ്റീരിയൽസാണ് നിങ്ങൾ കാണേണ്ടത്. ഇത് ഭസ്മമാണ് കേട്ടോ. നമ്മുടെ തമിഴിൽ പറഞ്ഞ വിഭൂതി പറയും. അപ്പോൾ ഭസ്മവും മറ്റേ സ്പോഞ്ചും പിന്നെ പുട്ടി ബ്ലേഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് സോപ്പ് ഓയിലാണ്. അതുപോലെ കുറച്ച് ആസിഡ് ഉണ്ട് കേട്ടോ. ആസിഡ് നമ്മൾ വാളിൽ ഇടുന്നില്ല, ഫ്ലോറിൽ മാത്രമാണ് ഇടുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് വേറെ റൂമും ബാത്റൂമും ഒക്കെ കാണിച്ചു തരാം. ഈ ഹോട്ടലിലുള്ളത്, പാർലറുള്ളത് കേട്ടോ. അപ്പോൾ അത് കണ്ടില്ലേ, ഇതൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ ആക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ല റൂമാണ് കേട്ടോ, അടിപൊളി റൂമുകളാണ്, നല്ല വൃത്തിയുള്ള റൂമുകളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അത് കഴുകണ ടിപ്സിലേക്ക് കിടക്കാം കേട്ടോ, എങ്ങനെയാണ് അത് നമ്മൾ ക്ലീൻ ചെയ്യണത് എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ആദ്യം ഭസ്മം പൊട്ടിച്ചെടുക്കുക. അപ്പോൾ ഇത് 1/2 കിലോൻ്റെ പാക്കറ്റാണ് കേട്ടോ. 1 കിലോ 120 വരുന്നത്, 1/2 കിലോന് 60. അപ്പോൾ നമ്മൾ ഇതുപോലെ പൊട്ടിച്ചെടുത്തിട്ട് വേണ്ടത് യൂസ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ വെള്ളമാക്കുക. വെള്ളമാക്കിയിട്ട് കുറച്ചങ്ങോട്ട് ഷാമ്പു ആണെങ്കിൽ ഷാമ്പുവോ സോപ്പ് ഓയിലാണെങ്കിൽ സോപ്പ് ഓയിലോ അങ്ങനെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇങ്ങോട്ട് എടുക്കുക. നല്ല കുഴമ്പ് രൂപത്തിൽ വേണം എടുക്കാൻ കേട്ടോ. എന്നാലും നമ്മൾ തേക്കുമ്പോൾ കറക്റ്റായിട്ട് ടൈലിൽ സ്പ്രെഡായിട്ട് നിൽക്കുകയുള്ളൂ. ഒരുപാട് വെള്ളം പോലെ ഒലിച്ച് താഴത്ത് കറങ്ങും, പിന്നെ അത് നിൽക്കില്ല. അപ്പോൾ നമ്മളൊരു കുഴമ്പ് രൂപത്തിലെടുക്കുക. എടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു ബ്രഷ് കൊണ്ട് ഇതുപോലെ ടൈലുകളിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. നല്ല സ്പ്രെഡ് ചെയ്യുക, എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്യുക. അതുപോലെ നമ്മൾ ഭസ്മം എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ആസിഡ് ആകുമ്പോൾ ഈ കാണുന്ന സ്റ്റീലുകളൊക്കെ ഉണ്ടല്ലോ കറുത്തു പോകും, ബ്ലാക്ക് അടിച്ച് പിന്നെ ഈ ഫിറ്റിങ്സ് ഒക്കെ ഭംഗിയില്ലാണ്ടായി. പിന്നെ അത് നമ്മൾ വീണ്ടും ഒരു ചിലവ് അതൊക്കെ മാറ്റേണ്ടി വരും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഭസ്മത്തിൽ ഈ സംഗതി ചെയ്യണം. അപ്പോൾ അത് തട്ടിയ സ്റ്റീൽ ഒന്നും കൂടി കളറ് തിളക്കം തന്നെ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് പേടിക്കാനില്ല. അപ്പം നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീടുകളിൽ ഇങ്ങനെ കറ പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഭസ്മം കൊണ്ട് യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഉള്ളിൽ ഇറങ്ങി നിൽക്കുന്ന കറയും അടിപൊളിയിൽ അങ്ങോട്ട് പോരും. അപ്പോൾ നല്ല റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ബഫ് ചെയ്ത് വേണം നമ്മൾ തുടക്കണമെങ്കിൽ. നല്ല അമർത്തിയിട്ട് കയ്യിന് നല്ല എത്ര പവറുണ്ടോ അത്രയും പവറിൽ ഇങ്ങനെ ചുറ്റി ഓരോ ടൈലുകളായിട്ട് നമ്മൾ കറക്റ്റായിട്ട് അങ്ങോട്ട് തുടച്ചെടുക്കുക. തുടച്ചെടുത്തതിന് ശേഷം ലാസ്റ്റ് ഒരൊറ്റ വെള്ളം വിട്ടിട്ട് ഒരു ക്ലീനിങ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അറിയാം ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിവിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു വീഡിയോ എത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുക, അതുപോലെ നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ആസിഡ് യൂസ് ചെയ്യേണ്ടെന്നല്ല കേട്ടോ. ടൈലുകളിൽ ആസിഡ് യൂസ് ചെയ്യണം, അത് വേണ്ട ഭാഗത്താണ് നമ്മൾ ആസിഡ് യൂസ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ഈ ഫിറ്റിങ്സ് ഒക്കെ ഉള്ള ഭാഗത്ത് ഈ ആസിഡൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫിറ്റിങ്സ് ഒക്കെ കറ പിടിച്ച് പോവുള്ളൂ. പിന്നെ നമ്മൾക്ക് ചിലവായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാം സ്പ്രെഡ് ചെയ്ത് എല്ലാം നമ്മൾ അതുപോലെ നന്നായിട്ട് ഉരച്ചിട്ടുണ്ട്, ബഫ് ചെയ്ത് ഉരച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ല, വെള്ളം വിട്ട് ക്ലീനിങ്ങും ചെയ്യുന്നുണ്ട്. വെള്ളം വിട്ട് ക്ലീനിങ്ങിന് ശേഷം വീണ്ടും നമ്മൾ ഈ തുണിയൊക്കെ എടുത്തിട്ട് ഒന്നും കൂടി തുടച്ചെടുക്കുക. അപ്പോൾ എത്ര വലിയ പോകാത്ത കറകളും പോയിരിക്കും. 100% ഗ്യാരണ്ടിയാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് യു, ബൈ.